Dear students, we were completed our third chapter and this is our new chapter, retirement or death of a partner. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അഡ്മിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുകിൽ റിട്ടയർമെൻ്റ് ആവാം അല്ലെങ്കിൽ ഡെത്ത് ആവാം. കഴിഞ്ഞ ചാപ്റ്ററിൽ പുതിയൊരു പാർട്ട്ണർ ഓർഗനൈസേഷനിലേക്ക് വരുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓർഗനൈസേഷനിലുള്ള ഒരു പാർട്ട്ണർ വിട്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആ വിട്ടുപോകുന്നത് രണ്ട് രീതിയിലാകാം. ഒന്ന്, അയാൾ മുൻകൂട്ടി തീരുമാനിച്ച് ഇന്ന ഡേറ്റിന് അയാൾ വിട്ടുപോകാമെന്ന് തീരുമാനിച്ച് വിട്ടുപോകുന്ന അവസ്ഥ, അതിന് നമ്മൾ പറയുന്ന പേരാണ് റിട്ടയർമെൻറ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒന്നും കയ്യിൽ നിൽക്കുന്നതല്ല, ഡെത്ത്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെയും ഒരു പാർട്ട്ണർ എന്താകാം, ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഈ രണ്ട് സിറ്റുവേഷൻസിലും എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത് എന്നാണ് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കുറച്ച് റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറി പോർഷൻസും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണർ ഓർഗനൈസേഷനിലേക്ക് വന്നാലും ഒരു പാർട്ട്ണർ ഓർഗനൈസേഷനിൽ നിന്ന് പോയാലും അവിടെ എന്തിൽ മാറ്റമുണ്ടാകും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവിടെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മൾ അഡ്മിഷൻ സമയത്ത് വളരെ വിശദമായി ചെയ്ത കാര്യമാണ്. ഇതിൽ അത്ര വിശദമായിട്ട് പഠിക്കാനില്ല, എന്നാലും ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത്? ഒന്ന്, അഡ്മിഷൻ. രണ്ടാമത്തേത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദെൻ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതിൽ നമ്മൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അഡ്മിഷനും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് റിട്ടയർമെന്റിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചുമാണ്. On the retirement or death of a partner, the existing partnership deed comes to an end, and in its place, a new partnership deed needs to be framed whereby the remaining partners continue to do their business on changed terms and conditions. റിട്ടയർമെന്റോ ഡെത്തോ നടക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയ പാർട്ട്ണർഷിപ്പ് ഡീഡിന് ഒരു അവസാനം വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാകുന്നു. ആദ്യത്തെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഈ റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെത്തായ പാർട്ട്ണറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീഡുകളായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇപ്പോൾ 3 പേർക്കുള്ള റേഷ്യോ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാകും. സാലറി, കമ്മീഷൻ, ഇതിലെല്ലാം 3 പേരുടെ കാര്യങ്ങളും അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അതേസമയം ഒരാൾ അതിൽ നിന്ന് പോകുമ്പോൾ അത് മേ ബി റിട്ടയർമെന്റ് ഓർ ഡെത്ത് കൊണ്ടോ റിട്ടയർമെന്റ് കൊണ്ടോ എങ്ങനെയാണ് അയാൾ പോകുന്നതെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നു, ആ ഡീഡ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാം അവിടെ എന്തേ വരുള്ളൂ, 2 പാർട്ട്നേഴ്സിനായിട്ടേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ആവശ്യമാണ്. അത് പുതിയതായിട്ട് എന്ത് ചെയ്യണം, ഫ്രെയിം ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെയാണെങ്കിൽ പുതിയ പാർട്ട്നേഴ്സ് ഈ ഓർഗനൈസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. There is not much difference in the accounting treatment at the time of retirement or in the event of death. എന്താണ് പറയുന്നത്, റിട്ടയർമെന്റിന്റെ സമയത്തും ഡെത്തിന്റെ സമയത്തും ഉള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇൻ ബോത്ത് ദി കേസസ് വി ആർ റിക്വയർഡ് ടു ഡിറ്റർമിൻ ദി സം ഡ്യൂ ടു ദി റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയറിംഗ് പാർട്ട്ണർക്കുള്ള സമ്മാണ് നമ്മളിവിടെ ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്, റിട്ടയർമെന്റിന്റെ കേസിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ടു ദി ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഇൻ കേസ് ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ. ഡിസീസ്ഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഡെത്ത് ആയ പാർട്ട്ണറെയാണ് കേട്ടോ. ഒരാൾക്ക് മരണം സംഭവിച്ചാൽ പിന്നെ അയാൾക്ക് നേരിട്ട് അത് കൈപ്പറ്റാൻ പറ്റില്ല. അപ്പൊ ആർക്കാണ് കൊടുക്കുക? ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഓർ ലീഗൽ ഹെയർസ്. അയാളുടെ പിൻഗാമികൾ ആരാണോ, നോമിനീസ് ആരാണോ, ലീഗലി അയാളുടെ നോമിനീസ് ആരാണോ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു വലിയ മുതിർന്ന ആളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഭാര്യ ഉണ്ടാവാം, കുട്ടികൾ ഉണ്ടാകാം. അവരൊക്കെയാണ് അയാളുടെ എന്തായിട്ട് കണക്കാക്കുന്നത്, ലീഗൽ ഹെയർസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് അത് കിട്ടുന്നത്. അവിടെ സത്യം പറഞ്ഞാൽ സമ്മ എന്തായാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ മാത്രമാണ് അവിടെ എന്താവുന്നത്, വ്യത്യാസം വരുന്നത്. റിട്ടയറിംഗ് പാർട്ട്ണർ ആണെങ്കിൽ അയാൾക്ക് തന്നെയാണ് ആ സമ്മ നമ്മൾ കൊടുക്കുന്നത്. അതേസമയം ഡെത്തായ പാർട്ട്ണർ ആണെങ്കിൽ അയാളുടെ അവകാശികൾക്കാണ് നമ്മൾ ആ പണം കൈമാറ്റം ചെയ്യുന്നത്.
ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം റിട്ടയർമെന്റിന്റെ കാര്യത്തിലും ഡെത്തിന്റെ കാര്യത്തിലും സെയിം ആണ്. പിന്നെ ഡേറ്റ് ആണ് മറ്റൊരു വ്യത്യാസം വരുന്നത്. റിട്ടയർമെന്റ് നമുക്ക് വേണമെങ്കിൽ എൻഡ് ഡേറ്റ് ഒക്കെ നോക്കിയെടുക്കാനായിട്ട് പറ്റും. ഇയർ എൻഡിലോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞുള്ള എൻഡിലോ അറ്റ്ലീസ്റ്റ് ഒരു മാസം കംപ്ലീറ്റ് ചെയ്തിട്ടെങ്കിലും നമുക്ക് റിട്ടയർമെന്റ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഡെത്ത് അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കുമ്പോഴാണോ മരണം വരുന്നത്, അത് ചിലപ്പോ ഒരു മാസത്തിന്റെ തുടക്കത്തിലോ അവസാനത്തിലോ ഇടയിലോ എങ്ങനെയുള്ള ഡേറ്റുകളിൽ വേണമെങ്കിൽ ആവാം. 20-ാം തീയതി ആവാം, 14-ാം തീയതി ആവാം, ഇങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. ആ ഒരു വ്യത്യാസം കൂടിയാണ് ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. ഇനി അസർട്ടൈനിങ് ദി എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. എങ്ങനെയാണ് ഈ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്? ദി സം ഡ്യൂ ടു ദി റിട്ടയറിംഗ് പാർട്ട്ണർ ഇൻ കേസ് ഓഫ് റിട്ടയർമെന്റ് ആൻഡ് ടു ദി ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓർ എക്സിക്യൂട്ടീവ്സ് ഇൻ കേസ് ഓഫ് ഡെത്ത് ഇൻക്ലൂഡ്. എന്തൊക്കെ എമൗണ്ടുകളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്? ഒന്നാമത്തത് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ അല്ലെങ്കിൽ ഡെത്ത് ആകുന്ന പാർട്ട്ണറുടെ ക്രെഡിറ്റ് ബാലൻസ്, ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാൻ അവകാശമുള്ള തുകയാണത് അല്ലെ. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ടോ, അയാൾക്ക് സാലറി ഉണ്ടാവാം, ഇൻട്രസ്റ്റ് ഉണ്ടാവാം, കമ്മീഷൻ ഉണ്ടാകാം, അതുപോലെ എന്താണ് അയാൾ ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ടാവാം, അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ടുണ്ടാകാം, പ്രോഫിറ്റ് ഷെയർ ഉണ്ടാകാം, ഇങ്ങനെ എന്തൊക്കെ അതിലൊക്കെ ക്രെഡിറ്റ് ബാലൻസുകൾ എന്താണോ ഉള്ളത് ആ ബാലൻസ് അയാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്ത സം എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഹിസ് കറന്റ് അക്കൗണ്ട് ഇഫ് എനി. നമുക്കറിയാം, നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ക്യാപിറ്റൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് കറന്റ് അക്കൗണ്ടും. അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ കറന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ബാലൻസും കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഷെയർ ഓഫ് ഗുഡ് വിൽ. അയാൾക്ക് ഒരു ഗുഡ് വിൽ ഓർഗനൈസേഷൻ ഉണ്ടാവുമല്ലോ. ആ ഗുഡ് വിൽ അക്കൗണ്ടിൽ എത്രയാണോ കിടക്കുന്നത് അതിൽ അയാളുടെ പ്രോഫിറ്റിന് ആനുപാതികമായ ഗുഡ് വിൽ അയാൾക്ക് അവകാശപ്പെട്ടതാണ്. അതും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. Then his share of accumulated profits or reserves. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർ ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന പ്രോഫിറ്റ്. ആക്ച്വലി ആ പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ്? പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ അവരെന്ത് കാണുന്നു? എന്തെങ്കിലും ഒരു ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു ആവശ്യം വന്നാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എമൗണ്ട് അതിൽ നിന്ന് മാറ്റിവെക്കും. റിസർവ് ആയിട്ടോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നുള്ള പേരിലോ മാറ്റിവെക്കും. അതും ആർക്ക് അവകാശപ്പെട്ടതാണ്? പാർട്ട്നേഴ്സിന് തുല്യ അവകാശമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹി ഷെയർ ഇൻ ദി ഗെയിൻ ഓഫ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. റിട്ടയർമെന്റ് സംഭവിക്കുമ്പോഴും അഡ്മിഷൻ സംഭവിക്കുമ്പോഴും ഡെത്ത് സംഭവിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അസറ്റും ലയബിലിറ്റിയും ഒക്കെ റീവാല്യൂ ചെയ്യും. ഒക്കെ നമ്മൾ അഡ്മിഷനിൽ വളരെ വിശദമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അങ്ങനെ റീവാലുവേഷൻ നടത്തുമ്പോൾ മേ ബി സംടൈം ഇറ്റ് വിൽ ബിക്കം ഗെയിൻ ഓർ അതർവൈസ് ലോസ്. അപ്പൊ ഈ ഗെയിൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഗെയിൻ ആർക്ക് കൊടുക്കണം? ഈ പറഞ്ഞ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കണം. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത്. റിട്ടയർമെന്റ് വരെയുള്ള പ്രോഫിറ്റ്. അപ്പൊ ആ സമയത്ത് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുവരെയുള്ള പ്രോഫിറ്റും അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഹിസ് ക്യാപിറ്റൽ ഇഫ് ഇൻവോൾവ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത്. ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഒരു വർഷത്തെ മുഴുവൻ കൊടുത്തിട്ട് ഒരു വർഷത്തിന്റെ ഇടയിലാണ് അയാൾ റിട്ടയർ ആവുന്നതെങ്കിൽ എന്നാണോ റിട്ടയർമെന്റ് നടക്കുന്നത് ആ ദിവസം വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അയാൾക്ക് കൊടുക്കണം. സാലറി ഓർ കമ്മീഷൻ ഇഫ് എനി അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത്. എന്താണ് പറയുന്നത്? ആ സാലറിയോ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഈ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് വരെ കൊടുക്കണം. ഒരു വർഷത്തേക്ക് 3000 രൂപയാണ് അല്ലെങ്കിൽ 12,000 രൂപയാണെങ്കിൽ ഒരു മാസത്തേക്ക് 1000 രൂപയാണ് വരിക. 3 മാസം കഴിയുമ്പോൾ അയാൾ റിട്ടയർ ചെയ്താൽ അയാൾക്ക് എത്ര രൂപ കൊടുക്കണം? 3000 രൂപ. അത് സാലറി ആയാലും ശരി കമ്മീഷൻ ആയാലും ശരി കൊടുക്കണം. ഇത്രയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണം. എന്തിന്? ഈ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നെന്താണ്? അയാൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ്, പിന്നെ ഗുഡ് വില്ലിന്റെ ഷെയർ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്, റീവാലുവേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ അത്, പ്രോഫിറ്റിന്റെ മെയിൻ പ്രോഫിറ്റിന്റെ ഷെയർ, പിന്നെ അയാൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാനുണ്ടെങ്കിൽ അത്, സാലറി കമ്മീഷൻ, ഇതെല്ലാം അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് അതുവരെ അയാൾക്ക് കൊടുത്തിരിക്കണം. മനസ്സിലായോ? ഒരാൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. റിട്ടയർമെന്റ് മാത്രമല്ല, ഇൻ കേസ് ഓഫ് ഡെത്ത് ആണെങ്കിൽ ആർക്കാണ് കൊടുക്കുക? ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനാണ് ആ എമൗണ്ട് കൈമാറ്റം ചെയ്യുന്നത്. ഇനി ദി ഫോളോയിങ് ഡിഡക്ഷൻസ്
സംടൈംസ് ഇറ്റ് വിൽ ബിക്കം ഡിഡക്ഷൻ അല്ലെ, ഡിഡക്ഷൻ ആയിട്ട് മാറാം. എപ്പോഴും പ്രോഫിറ്റ് തന്നെയാവണമെന്നില്ല, ലോസ് വന്നാൽ അത് എന്ത് ചെയ്യേണ്ടി വരും, അയാൾക്ക് കിട്ടാനുള്ള തുകയിൽ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്തൊക്കെയാണ് ഡിഡക്ഷൻസ്? ഡെബിറ്റ് ബാലൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത്, ഡെബിറ്റ് ബാലൻസ്, കറണ്ട് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ. ആ അതുപോലെ എന്താണ്, ഷെയർ ഓഫ് ഗുഡ് വിൽ ടു ബി റിട്ടേൺ ഓഫ് ഇഫ് നെസസറി, ചില സമയത്ത് ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കാൻ പറ്റില്ല, അത് എന്ത് ചെയ്യേണ്ടി വരും, റൈറ്റ് ഓഫ് ഇത് കളയേണ്ടതായിട്ട് വരും. അത്തരം സിറ്റുവേഷൻസിൽ ആ ഗുഡ് വില്ലിന്റെ ഷെയർ അയാളിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യണം. പിന്നെ അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ, അതായത് പ്രോഫിറ്റ് ആയിട്ട് ഒന്നും എടുത്തു വെക്കാനില്ല, ലോസ് ആണ് കുറെ വർഷങ്ങളായിട്ടെങ്കിൽ അതിന്റെ ഷെയർ. പിന്നെ റീവാലുവേഷൻ നടത്തിയിട്ട് ലോസ് ആണുള്ളതെങ്കിൽ അത്. പിന്നെന്താണ്, റിട്ടയർമെന്റോ ഡെത്തോ അങ്ങനെ എന്തെങ്കിലും ഇത് സംഭവിക്കുമ്പോൾ അതുവരെയുള്ള അയാളുടെ ലോസ് ആണ് നമ്മൾ അയാളിൽ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതെന്താണ് ഡിഡക്ട് ചെയ്യാനുള്ള ഐറ്റം ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. ഇത് ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, ലെസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുപോലെ ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അയാൾക്ക് അതിന്റെ ഷെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അക്യുമുലേറ്റഡ് ലോസസ്, അതായത് ഈ പ്രൊവിഷൻസും അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഫണ്ടുകളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഷെയർ അത് അയാളിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഡിഡക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ റീവാലുവേഷനിൽ ലോസ് ആണ് സംഭവിച്ചതെങ്കിൽ അത്, റിട്ടയർമെന്റ് ഡെത്ത് വരെയുള്ള ലോസ്, ദെൻ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം അയാളിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്തിട്ട് വേണം ബാലൻസ് എമൗണ്ട് അയാൾക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇനി എന്തൊക്കെ അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ആണ് നമ്മൾ ഈ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? എന്തൊക്കെയാണ്? ആദ്യം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതുപോലെ ഗെയിനിങ് റേഷ്യോ, ഇത് രണ്ടും കണ്ടുപിടിക്കണം. അടുത്തത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ആണ്, റീവാലുവേഷൻ ആണ് അടുത്തത് വരുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അൺറെക്കോർഡഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, ഇതൊക്കെ റീവാലുവേഷനിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റോ ലോസോ ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത്. Then adjustment of capital if required. Settlement of amount due to the retire or deceased partner. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അവിടെ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയുണ്ട്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, ഇത് രണ്ടും കണ്ടുപിടിക്കണം. അഡ്മിഷൻ സമയത്ത് നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോയുമാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഗെയിനിങ് റേഷ്യോ ആണെന്ന് മാത്രം. പിന്നെ ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ്, അത് നമ്മൾ അഡ്മിഷനിലും ചെയ്തിട്ടുള്ളതാണ്. റീവാലുവേഷൻ, അത് അഡ്മിഷനിൽ ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്, അൺറെക്കോർഡഡ് അസറ്റും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതും നമ്മൾ അഡ്മിഷൻ സമയത്ത് ചെയ്ത് പഠിച്ചതാണ്. അടുത്തത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതും നമ്മൾ അഡ്മിഷൻ സമയത്ത് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, അതുവരെയുള്ള പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ ക്യാപിറ്റൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തണമെങ്കിൽ അത്. അടുത്തത് എന്താണ്, സെറ്റിൽമെന്റ്. ഈ 3 കേസസ് ആണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ഈ പറഞ്ഞ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ. അത് 3ഉമാണ് പുതിയതായിട്ട് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നോരോന്നും പഠിച്ചു പോകണം. കാരണം അഡ്മിഷനിൽ ചെയ്ത പോലെയല്ല ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ ചെയ്യുന്നത്. ഗെയിനിങ് റേഷ്യോന്റെ കാൽക്കുലേഷൻ സാക്രിഫൈസിംഗ് റേഷ്യോന്റെ കാൽക്കുലേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ലുകളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. റീവാലുവേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ ആദ്യം പറയുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ആദ്യം നോക്കാം. New profit sharing ratio is the ratio in which the remaining partners will share future profits after the retirement or death of any partner. The new share of each of the remaining partner will consist of his own share in the firm plus the share acquired from the retiring or deceased partner. New profit sharing ratio എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്ന ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അതിൽ ഒരു പാർട്ട്ണർ, എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ട്ണർ പ്ലസ് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ, ഇത് രണ്ടും കൂടി ചേർന്നതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്മൾ അഡ്മിഷനിൽ പഠിച്ചത് എന്താണ്, പുതിയ പാർട്ട്ണർ വരുമ്പോൾ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിൽ നിന്ന് ഒരു ഷെയർ അവർ ആർക്ക് കൊടുക്കുന്നു, പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്നു എന്നാണ് പഠിച്ചത് അല്ലെ. അപ്പോൾ ഓൾറെഡി ഉള്ള ഷെയറിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്തത്.
ഇവിടെ ബേബി സി എന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ സി എന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണ് എങ്കിൽ എയും ബിയും മാത്രമായിട്ട് ഓർഗനൈസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ സി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കിട്ടുന്ന എമൗണ്ട് ആരൊക്കെ ഡിവൈഡ് ചെയ്തെടുക്കും? എയും ബിയും ഡിവൈഡ് ചെയ്തെടുക്കും. അതായത് പ്രോഫിറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അവിടെ ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അങ്ങനെ തന്നെയാണ് അവരെടുക്കുക. സി പോകുമ്പോൾ ആ സിയുടെ ഷെയർ ആര് ഡിവൈഡ് ചെയ്തെടുക്കുന്നു? എയും ബിയും ഡിവൈഡ് ചെയ്തെടുക്കുന്നു. അപ്പൊ അവരുടെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അവരുടെ ഓൾറെഡി ഉള്ള ഷെയർ പ്ലസ് റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറുടെ പോർഷൻ എത്രയാണോ അത്. അപ്പൊ ഇവിടെ നമ്മൾ ലെസ്സി അല്ല ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ കാൽക്കുലേഷനിൽ ഉള്ളത്. രണ്ട് സിറ്റുവേഷൻസ് ആണല്ലോ. ഒന്നാമത്തെ ആദ്യം കൊടുത്തിരിക്കുന്നു. നോർമലി ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദി ഷെയർ ഓഫ് റിട്ടയറിംഗ് ഓർ ഡിസിസ്ഡ് പാർട്ട്ണർ ഇൻ ദി ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ദർ ഇസ് നോ നീഡ് ടു കമ്പ്യൂട്ട് ദി നോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദം. സാധാരണ നിലയ്ക്ക് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഈ റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ ഷെയറും കൂടെ ചേർത്ത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അതായത് അവർ ഈ റേഷ്യോ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുക. അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ടി വരില്ല? പുതിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരില്ല. ഫോർ എക്സാമ്പിൾ നോക്കാം. ആശ, ദീപ്തി and Nisha are partners in a firm sharing profits and losses in the ratio of 3:2:1. If Deepthi retires, the new profit sharing ratio between Asha and Nisha will be 3:1. അതായത് 3 പാർട്ട്നേഴ്സ് ആശയും ദീപ്തിയും നിഷയുമാണ്. അവര് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. ഇതില് നടുക്കിലെ ആള് ദീപ്തിയാണ് റിട്ടയർ ചെയ്ത് പോകുന്നത്. അതായത് 2/6 എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? റിട്ടയർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇനി 2/6 ഇല്ല, പകരം ആ റേഷ്യോ അവര് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇടയിലുള്ള 2/6 എടുത്ത് മാറ്റിയിട്ട് റേഷ്യോ എത്രയാക്കാണ്? 3:1 ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ 3/6 അല്ല, ഇനി കിട്ടുക എത്രയാണ്? 3/4. ആദ്യം 6 ഡിവൈഡ് ചെയ്ത് അതിൽ 3 ഭാഗം കിട്ടിയിരുന്നത് ഇനി എത്രയായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി? 4 ഡിവൈഡ് ചെയ്ത് അതിൽ 3 ഭാഗമാണ് കിട്ടുക. ആശയ്ക്ക് ഗുണമാണ് അല്ലെ? അതേപോലെ തന്നെ നിഷയ്ക്കും ഗുണമാണ് ഈ ഇടയിലുള്ള ഒരു പാർട്ട്ണർ പോകുന്നത്. ഇനിയിപ്പൊ നിഷയാണ് പോകുന്നത് നോക്കിയാ, അപ്പൊ അവരെങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കും? 3:2 കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കും. ആശയാണ് പോകുന്നതെങ്കിൽ 2:1 കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കും. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് പുതിയൊരു കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അവിടെ പുതിയ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. ആ ഉള്ള പാർട്ട്ണറെ നമ്മൾ അങ്ങോട്ട് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ഒഴിവാക്കി വിട്ടാൽ മാത്രം മതി. നോർമലി ആ അഡീഷൻ ആരിൽ വന്നോളും? ഉള്ള 2 പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ റിമൈനിങ് 2 പാർട്ട്നേഴ്സിൽ അത് പ്രതിഫലിച്ചോളും. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് വരുന്നത് എന്ന്? അവര് ഓൾറെഡി അവരുടെ റേഷ്യോ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവിടെ ഇപ്പൊ 3:2:1 ആണ് വരുന്നത്. അതിൽ 2 എന്ന് പറയുന്ന ആളാണ് അവിടെ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ 2/6 ആണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ അവരുടെ റേഷ്യോ 3:1, ബാക്കി 2 പേരും നിലനിന്നിരുന്ന റേഷ്യോ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ഇവിടെ 3/6ഉം 1/6ഉം ആയിരുന്നത് ഇവിടെ എത്രയായിട്ട് മാറുന്നു? 3/4ഉം 1/4ഉം ആയിട്ട് മാറുന്നു. ആ ഒരു വ്യത്യാസമാണ് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ കൂടി നോക്കാം. The continuing partners may acquire his share in the profit of the retiring or deceased partner in a proportion other than their old ratio. In that case, there is need to compute the new profit sharing ratio among them. ചിലപ്പോൾ അവരെന്ത് തീരുമാനിക്കും? ഈ പോകുന്ന പാർട്ട്ണറുടെ റേഷ്യോ ഉണ്ടല്ലോ, അതായത് പോകുന്ന പാർട്ട്ണർ, ഇപ്പൊ നേരത്തെ പ്രോബ്ലത്തിലാണെങ്കിൽ 2/6 എന്ന് പറയുന്നത്, അത് അവരുടെ ഓൾഡ് റേഷ്യോന്റെ പ്രപ്പോർഷനിൽ 2 പേർക്കും ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഡിവിഷൻ ഓരോരുത്തരുടെയും ഷെയറിന്റെ കൂടെ ചേർക്കാം. അങ്ങനെയും അവർ തീരുമാനിച്ചു എന്ന് വരാം. അപ്പൊ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്സ് വരുന്നത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നവീൻ, സുരേഷ് ആൻഡ് തരുൺ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് in the ratio of 5:3:2. Suresh retires from firm and his share was required by Naveen and Tarun in the ratio 2:1. അതായത് നവീനും സുരേഷും തരുണുമാണ് 5:3:2. സുരേഷ് ആണ് റിട്ടയർ ചെയ്യുന്നത്. അതായത് 3/10 ആണ് അവരെന്ത് ചെയ്യുന്നത്? എടുത്ത് പോകുന്നത്. ഈ 3/10 നവീനും തരുണും ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്? 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻസ് ഒന്ന് നോക്കേണ്ടതുണ്ട്.
ഇവിടെ ഗെയിനിങ് എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പൊ ഈ റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണ്? ഓൾഡ് ഷെയർ പ്ലസ് അക്വയർഡ് ഷെയർ ഫ്രം ദി ഔട്ട് ഗോയിങ് പാർട്ട്ണർ. പോകുന്ന പാർട്ട്ണറുടെ ആ ഷെയറും ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിന്റെ ഓൾഡ് ഷെയറും കൂടി കൂട്ടിയാലാണ് ഏത് ഷെയർ ആവുന്നത്? ന്യൂ ഷെയർ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഗെയിനിങ് റേഷ്യോ 2:1 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം നവീനിന്റെ അക്വയർമെന്റ് എത്രയാണെന്നുള്ളത് നോക്കാം. ഷെയർ അക്വയർഡ് ബൈ നവീൻ അത് എത്രയാണ്? ഇവിടെ പോകുന്ന പാർട്ട്ണറുടെ ഷെയർ എത്രയാണ്? 3/10 ആണ്. 3/10ന്റെ എത്രയാണ് അവർ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റേഷ്യോ? 2:1 ആണ്. അതായത് 2/3. 3/10ന്റെ 2/3 എത്രയാണ് നോക്കുക. അത് എത്രയാണ് വരുന്നത്? 6/30 ആണ് വരുന്നത് അല്ലെ? ഈ 6/30 അല്ലെങ്കിൽ അതെങ്ങനെ എഴുതാം? 2/10 അന്ന് ചെറുതാക്കിയിട്ടിരിക്കണമെന്നുള്ളൂ. 2/10 ആണ് ആരുടെ ഷെയറിന്റെ കൂടെ ചേരുന്നത്? നവീന്റെ പഴയ ഷെയറിന്റെ കൂടെ ചേർക്കേണ്ടത്. അപ്പൊ ഇതുപോലെ നമുക്ക് ആരെയും കൂടി കണ്ടുപിടിക്കാം? തരുണിന്റെയും കൂടി കണ്ടുപിടിക്കാം. 3/10ന്റെ ഇവിടെ എത്രയാ വരിക? 1/3 അല്ലെ? 2:1 അല്ലേ വരുന്നത്. അപ്പൊ 1/3 എത്രയാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 3/10 into 1/3 എത്രയാണ് വരുന്നത്? നോക്കി നോക്കിയേ. 3/30 അല്ലെങ്കിൽ എങ്ങനെയും പറയാം 1/10. ഇത് നമുക്ക് ഓരോരുത്തരുടെയും ഓൾഡ് ഷെയറിന്റെ കൂടെ ആഡ് ചെയ്യാം. ആദ്യം നവീന്റെ ഷെയറിന്റെ കൂടെ ആഡ് ചെയ്യാം. എത്രയാണ് നവീന്റെ ഓൾഡ് ഷെയർ? 5/10 ആണ്. 5/10ന്റെ കൂടെ പ്ലസ് 2/10 എത്രയാണ് വരുന്നത്? 7/10. 7/10 ആണ് ഇനി നവീനിന്റെ പുതിയ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തരുണിന്റെ പുതിയ ഷെയർ എത്രയാ വരിക? 2/10 ആണ് അയാളുടെ ഓൾഡ് ഷെയർ. അതിന്റെ കൂടെ എത്ര ചേർക്കുന്നു? 1/10 ചേർക്കുന്നു. അപ്പൊ എത്രയാ വരുന്നത്? 3/10. അപ്പൊ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? 7:3. ഇവിടെ നമ്മൾ ചെയ്തത് ഓൾറെഡി പോകുന്ന പാർട്ട്ണർ എത്രയാണ്? 3/10 ആണ്. ആ 3/10നെ 2:1 ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്തു. അതാണ് ഈ കാണുന്നത്. 3/10 into 2:1 ആണ് ചെയ്തത്. ആദ്യം 2/3 ചെയ്തു, 1/3 ചെയ്തു. അങ്ങനെ രണ്ടിന്റെയും ആൻസർ കണ്ടുപിടിച്ചു. അപ്പൊ 2:1 ഡിവൈഡ് ചെയ്താൽ ഓരോരുത്തർക്കും കിട്ടുന്ന ഷെയർ 2/10ഉം 1/10ഉം ആണ്. ഈ 2/10ഉം 1/10ഉം അവരുടെ ഓൾഡ് റേഷ്യോന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് എന്ത് കിട്ടും? അവരുടെ പുതിയ റേഷ്യോ കിട്ടും. മനസ്സിലായോ? ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഒരുപാട് സിറ്റുവേഷൻസ് ഒന്നുമില്ല. ഈ രണ്ട് സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ഓൾറെഡി അവർ എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്? ഓൾഡ് റേഷ്യോന്റെ ആ പ്രപ്പോർഷൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ ആരാണോ പോകുന്നത് ആ പോകുന്ന ആളുടെ മാറ്റി നിർത്തി ബാക്കിയുള്ള റേഷ്യോ അതുപോലെ തന്നെ എഴുതിയാൽ മതി. അവിടെ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ആവശ്യമില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രമാണ് എന്താവശ്യം വരുന്നത്? കാൽക്കുലേഷൻ ആവശ്യമായിട്ട് വരുന്നത്. മനസ്സിലാവുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണണം. ഇത് പഠിക്കുന്നതിന് മുന്നേ അഡ്മിഷൻ സമയത്ത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ കാൽക്കുലേഷൻ പഠിച്ചിരിക്കണം. എന്നാലേ ഇത് പഠിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവുള്ളൂ. എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കി പഠിച്ചാലാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.